അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? എൻഡിങ് ഇൻ 1 or 6. അപ്പോൾ ആ നമ്പേഴ്സ് എന്തിൽ അവസാനിപ്പിക്കണം? 1-ലോ 6-ലോ അവസാനിക്കണം. ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ 2 ways. ആ സീക്വൻസിനെ, നമുക്ക് കിട്ടുന്ന ആ ഒരു സീക്വൻസിനെ ഒരു 2 തരത്തിൽ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് എഴുതി നോക്കാം സീക്വൻസ് എന്താ വേണ്ടതെന്ന്. നാച്ചുറൽ നമ്പർ എൻഡിങ് ഇൻ 1 or 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ത് വരും? 1 വരും. പിന്നെ 6 ആയിക്കൂടെ, എൻഡിങ് ഇൻ 6 അല്ലേ. പിന്നെ 11 വരും, 16 വരും. ഓക്കെ, അടുത്ത എന്ത് വരും? 21 വരും, 26 വരും. ഓക്കെ ആണോ? ഡൗട്ട് ഇല്ലല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് വരിക? സീക്വൻസ് ഇതാണ് വരിക. ഓക്കെ ആണോ? ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? 2 വേസിൽ ഡിസ്ക്രൈബ് ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതിന് എങ്ങനെയായിരിക്കും നമ്മൾ 2 വേസിൽ ഡിസ്ക്രൈബ് ചെയ്യുക? ഒന്നാമത്തെ കാര്യം നമുക്ക് ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം. എങ്ങനെ? 1-ല് തുടങ്ങി 5 കൂടി പോണ സീക്വൻസ് അല്ലെ. 1+5 6 വരും. പിന്നെ 6+5 11 വരും ആണോ. പിന്നെ 11+5 16 വരും. പിന്നെ 16+5 21 വരും. പിന്നെ 21+5 26 വരും. അപ്പോൾ ഒരു രീതിക്ക് നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്യാം ആണോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് രീതിക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം? ദ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് എങ്ങനെ? സ്റ്റാർട്ടിങ് വിത്ത് 1 ആൻഡ് സ്റ്റാർട്ടിങ് വിത്ത് 1 ആണോ. സ്റ്റാർട്ടിങ് വിത്ത് 1 ആൻഡ് ഈച്ച് വിത്ത് ഡിഫറൻസ് ഓഫ് 5 അല്ലെ. തൊട്ടടുത്ത ടേം കിട്ടാൻ 1 ആൻഡ് ആഡ് 5 to get the കൺസിക്യൂട്ടീവ് എന്ന് വേണ്ട, സക്സീഡിങ് ടേം അല്ലെ. അത് കഴിഞ്ഞിട്ടുള്ള ടേം എന്ത് ചെയ്താൽ മതി? സക്സീഡിങ് ടേം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? 5 ആഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം, സക്സീഡിങ് ടേം. അപ്പൊ അങ്ങനെ പോണ ഒരു സീക്വൻസ്. ഇനി നമ്മള് വേറൊരു രീതി കൂടെ ഇതിനെ ഡിഫൈൻ ചെയ്യാം. എന്താ? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ നമ്പേഴ്സിന്റെ ഒക്കെ അവസ്ഥ എന്താ നോക്ക്. ഇപ്പൊ നമ്മള് 5 കൊണ്ട് 1 ഡിവൈഡ് ചെയ്യുമ്പോൾ, സപ്പോസ് 1/5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിന്റെ അവസ്ഥ എന്താവും? റിമൈൻഡർ എന്ത് തന്നെ വരും? 1 തന്നെ വരും ആണോ. ഇനി ഇപ്പൊ സപ്പോസ് 6-നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തതിനെ 1 5s are 5, അപ്പോഴും റിമൈൻഡർ 1 വന്നു. ഇനി 11-നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തതിനെ 2 5s are 10, അപ്പോഴും റിമൈൻഡർ 1 വന്നു. അപ്പൊ എല്ലാ കേസിലും റിമൈൻഡർ ആയിട്ട് നമുക്ക് എന്താ വരിക? 1 ആണ് കിട്ടുക. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് അങ്ങനെ കൂടെ ഡിഫൈൻ ചെയ്തൂടെ? ദ സീക്വൻസ് ഓഫ്, എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെ. നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് ആണ്. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ. എന്ത് റിമൈൻഡർ ലീവ് ചെയ്യും? ലീവിങ് റിമൈൻഡർ 1 when divided by 5 അല്ലെ. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ലീവ് ചെയ്യുന്ന സീക്വൻസ് ആയിട്ട് നമുക്ക് ഇതിനെ എഴുതാം. അപ്പോൾ ഇതും ഓക്കെ ആണെന്ന് കരുതുന്നു. ഓക്കെ ആണല്ലോ, സിമ്പിൾ ആണ്. അപ്പൊ നമ്മുടെ ശരിക്ക് മേജർ ആൻസർ ഫസ്റ്റ് നമ്മുടെ സീക്വൻസ് ഏതായിരുന്നു? സീക്വൻസ് മറന്നു പോരുത് എന്നാണ് കേട്ടോ. നമുക്ക് കിട്ടുന്ന സീക്വൻസ് എന്ന് പറയുന്നതായിരിക്കും 1 6 11 16 21 26. ഇതിനെ നമ്മൾ 2 രീതിക്ക് ഡിഫൈൻ ചെയ്തു. ഒന്നെന്ന് പറയുന്നത് 1-ല് തുടങ്ങി പിന്നെ 5 ആഡ് ചെയ്ത് പോണ സീക്വൻസ്. ഓക്കെ ആണോ? +5 അങ്ങനെ ആഡ് ചെയ്ത് പോണ സീക്വൻസ്, അങ്ങനെയും ഡിഫൈൻ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു അർത്ഥത്തിലൂടെ തന്നെ ചിന്തിക്കാം അല്ലെ. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ലീവ് ചെയ്യുന്ന എല്ലാ, റിമൈൻഡർ ആയിട്ട് 1 വരുന്ന എല്ലാ നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷനുമായിട്ട് നമുക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതൊരു ഇൻഫൈനൈറ്റ് സീരീസ് ആണ് അല്ല, സീക്വൻസ് ആണ്. അപ്പോൾ കാര്യം മനസ്സിലായി കരുതുന്നു.